ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൗണ്ട് കുഷ്യൻ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് സാറ്റിൻ ക്ലോത്താണ്. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ക്ലോത്ത് ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നമുക്ക് ഏത് ക്ലോത്ത് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ഈ ക്ലോത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഇഞ്ചും അതുപോലെ 44 ഇഞ്ചും വെച്ചിട്ടാണ് അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ കുഷ്യനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ക്ലോത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 15x44 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ക്ലോത്ത് ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ ഒരു സൈഡ് നമ്മൾ തുന്നിക്കൊടുക്കുക. അത് മെഷീൻ വെച്ചിട്ട് തുന്നുക അല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും നിങ്ങൾക്ക് തുന്നിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ തുന്നിയെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു സൈഡ് നമ്മൾ തുന്നിയെടുക്കുക. ഇതുപോലെ ഈ ഒരു സൈഡ് ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ എല്ലാം കൂടി ഈ ഒരു സൈഡ് ഇങ്ങനെ ഒരുമിച്ച് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ കൂട്ടി പിടിച്ചതിന് ശേഷം അവിടെ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റിബൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം മറ്റേ ഭാഗം ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് അതിൽ നമുക്ക് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തുകളൊക്കെ ഉണ്ടാവില്ല, ചെറിയ ചെറിയ കട്ടിങ് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലോത്തുകളൊക്കെ വെച്ച് നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ നല്ല നീളത്തിൽ തന്നെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് കട്ടിയുള്ള നൂലാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ നൂലാണെങ്കിൽ തന്നെ 2 ഇഴയാക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ലോങ് സ്റ്റിച്ച് ഉണ്ട്, റണ്ണിങ് സ്റ്റിച്ച്, അതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ, ഇതുപോലെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമ്മൾ നൂലിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ആ ക്ലോത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ വരും. നമ്മൾ ശ്രദ്ധിച്ച് വലിക്കണേ, ചിലപ്പോൾ വലിക്കുമ്പോൾ നൂല് പൊട്ടി വരാൻ സാധ്യതയുണ്ട്. കുറച്ച് കട്ടിയുള്ള നൂലാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. നോർമൽ നൂലാവുമ്പോൾ 2 ഇഴയിട്ടിട്ട് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചിങ്ങനെ കൊടുക്കുക. അതിന് ശേഷം ആ നൂല് ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂട്ടി ഇങ്ങനെ ഒന്ന് തുന്നിക്കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല വിട്ടു പോരാണ്ട് അതിങ്ങനെ നന്നായി നിൽക്കും. ഇതുപോലെ എല്ലാം കൂട്ടിയിട്ട് ഒന്ന് തുന്നിക്കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ. ഇനി നമുക്ക് ഇതിനിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു റിബൺ വെച്ചിട്ട് നമ്മളിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അഴിച്ചു കൊടുക്കുക. അഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലോത്ത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലോത്ത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിലിട്ട് കൊടുക്കുക, നിറച്ചു കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ക്ലോത്ത് ഞാൻ നിറച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഇതുപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ ചെയ്തിട്ട് റൗണ്ടായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ സ്ലോവിൽ ഇങ്ങനെ ആ നൂലിങ്ങനെ വലിച്ച് കൊടുക്കുക. ഇതുപോലെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരുമിച്ച് കൂട്ടി നമ്മൾ മറ്റേ മുമ്പ് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അവിടെയും തുന്നിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുഷ്യൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതിന് ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടല്ലോ ഇതൊരു വൃത്തിയില്ലാതിരിക്കണം. അപ്പോൾ നമുക്ക് അതിൽക്കൊരു ബട്ടൺ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു സ്ക്വയർ പീസ് അതിൻ്റെ തന്നെ സെയിം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഷോ ബട്ടൺസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്ത പോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് തുണി വെച്ച് നിറച്ച് ഒന്ന് നമ്മുടെ സെയിം നൂല് വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. ഞാനതിന് നൂലിന് പകരം ഞാൻ റിബൺ വെച്ചാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അതായത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിപ്പോൾ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സൂചി നൂലും വെച്ച് തന്നെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ബട്ടൺസും ഇതും കൂടി കൂട്ടിയിട്ട് നമ്മൾ തുന്നിക്കൊടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ രണ്ട് സൈഡും ഞാൻ അത് തുന്നി പിടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഷോ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ഉണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും സ്റ്റോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുഷ്യൻ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇതൊരു 10 മിനിറ്റ് കൊണ്ടാണ് ഞാനിത് ചെയ്തെടുത്തത്. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തുണി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പഴയ തുണികളൊക്കെ വെച്ചിട്ടായാലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനുള്ളിൽ നിറച്ചിട്ടുള്ളത് നമ്മുടെ പഴയ ക്ലോത്തൊക്കെ വെച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അത് വെച്ച് നിറച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.